2025 സ്വർണ്ണവില 65,000 രൂപ കടന്നേക്കാം. 10 വർഷം കൊണ്ട് ഉയർന്നത് 36,800 രൂപ, ഒരു വർഷം കൊണ്ട് ഉയർന്നത് 10,000-ലധികം രൂപ. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. 2024 എന്ന വർഷം സാമ്പത്തിക രംഗത്ത് ഏറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർണ്ണവില കേരളത്തിൽ ഏറ്റവും വലിയ ചരിത്രം കുറിച്ചതും 2024 തന്നെയാണ്. ഒക്ടോബർ 31 സ്വർണ്ണവില 59,640 രൂപയിലേക്ക് എത്തിയിരുന്നു. ഇതായിരുന്നു 2024 ഏറ്റവും ഉയർന്ന സ്വർണ്ണവില. പിന്നീട് 59,000 രൂപയിലേക്ക് വില കടന്നിരുന്നില്ല. 2024 സ്വർണ്ണവിലയിൽ 25% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2024 ജനുവരി 1 സ്വർണ്ണവില പവന് 46,840 രൂപയായിരുന്നു. ഇന്നുവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 10,240 രൂപയാണ് സ്വർണ്ണവിലയിൽ പവന് വർദ്ധിച്ചത്. അതായത് ഒരു വർഷം കൊണ്ട് 10,000 രൂപയ്ക്ക് മുകളിൽ സ്വർണ്ണവില കുതിച്ചുയർന്നു. ഇതിനിയും വില ഉയരാനുള്ള സാധ്യത ഉയർത്തുന്നു. ജനുവരിയിൽ 47,000 പോലും കടക്കാതിരുന്ന സ്വർണ്ണവില മാർച്ചിൽ ആദ്യമായി 47,000-ഉം 48,000-ഉം കടന്ന് 50,000 രൂപയിലേക്ക് എത്തി. എന്നാൽ 60,000 രൂപയിലേക്ക് വില കുതിച്ചെങ്കിലും ഇതിലേക്ക് എത്തിയില്ല. 2024 വളർച്ച കണക്കാക്കിയാൽ 2025 ഇത് തന്നെ സംഭവിക്കാം. അതായത് വില 65,000 രൂപ വരെ കടന്നേക്കാം. ഇത് ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാവാൻ സാധ്യതയുണ്ട്. 2024 മാർച്ചിലാണ് ആദ്യമായി സ്വർണ്ണവിലയിൽ വലിയൊരു കയറ്റം വന്നത്. 50,400 രൂപയായിരുന്നു അന്ന് ഉയർന്നത്. അതുവരെ 46,000-ലും 47,000-ലും സ്വർണ്ണവില നിന്നിരുന്നു. പിന്നീട് ഏപ്രിലിൽ വലിയൊരു കുതിപ്പ് വന്നു. ഏപ്രിൽ 19 54,520 രൂപ എന്ന വിലയിലാണ് സ്വർണ്ണ വ്യാപാരം നടന്നത്. 4,120 രൂപയാണ് ഒരു മാസം കൊണ്ട് ഉയർന്നത്. പിന്നീട് സെപ്റ്റംബർ 27 56,800 രൂപയിലേക്ക് സ്വർണ്ണവില വീണ്ടും കുതിച്ചു. അവിടെയും അവസാനിച്ചില്ല. ഒക്ടോബറിലെ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തി. 59,640 രൂപയായിരുന്നു ഒക്ടോബർ 31 വ്യാപാരം നടന്നത്. എന്നാൽ അതിനുശേഷം ഇന്നുവരെ 59,000 രൂപ സ്വർണ്ണവില ആയിട്ടില്ല. ഡിസംബറിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമായിരുന്നു. വില കുതിച്ചുയരുകയും അതുപോലെ തന്നെ താഴേക്കിടുകയും ചെയ്തു. മാത്രമല്ല ഡിസംബറിൽ പല ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടർന്നിരുന്നു. ഇന്ന് 57,080 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. രാജ്യാന്തര വിലയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയെ മൊത്തത്തിൽ ബാധിക്കുന്നത്. നിരവധി പ്രതിസന്ധികൾ വന്നു. ഭൗമരാഷ്ട്ര പിരിമുറുക്കം, US തിരഞ്ഞെടുപ്പ്, US പണപ്പെരുപ്പം, US പലിശ നയം എന്നിവ സ്വർണ്ണവില ഉയരാൻ കാരണമായി. സ്വർണ്ണവില ഉയർന്നതോടെ സ്വർണ്ണ നിക്ഷേപങ്ങളും കൂടുതൽ ജനകീയമായി. നിരവധി ആളുകളാണ് ഇത്തരം നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചത്. 2014 ജനുവരി 1 സ്വർണ്ണവില, അതായത് 10 വർഷം മുമ്പ് സ്വർണ്ണവില 21,920 രൂപയായിരുന്നു. 2014 ഡിസംബർ 31 20,280 രൂപയ്ക്കാണ് സ്വർണ്ണ വ്യാപാരം നടന്നത്. അതായത് വർഷം അവസാനിക്കുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ 1,640 രൂപ കുറഞ്ഞിരുന്നു. 10 വർഷം മുന്നേയുള്ള വില 20,000-ലാണ് തുടങ്ങുന്നത്. ഇന്ന് ഒരു പവൻ വാങ്ങാനായി ചിലവഴിക്കുന്ന പണം നൽകിയാൽ 2014 3 പവൻ സ്വർണം വാങ്ങാൻ സാധിക്കുമായിരുന്നു. 2014 ഡിസംബർ 31 സ്വർണ്ണവില മുതൽ ഇന്നുവരെയുള്ള കണക്ക് നോക്കിയാൽ 10 വർഷം കൊണ്ട് 36,800 രൂപയാണ് സ്വർണ്ണവില ഉയർന്നിരിക്കുന്നത്.